ഇക്കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പ് ഫൈനലിൽ സാക്ഷാൽ മെസ്സി സ്പെയിനിന്റെ കുപ്പായത്തിൽ കളിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു. ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി. സ്പാനിഷ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂത്ത് കോർഡിനേറ്ററാണ് ഗിനസ് മിലാൻഡസ്. അതായത് ഇന്ന് നമ്മൾ സ്പെയിനിൽ കാണുന്ന പല സൂപ്പർ താരങ്ങളും അതല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള സുവർണ്ണ തലമുറയിലെ സൂപ്പർ താരങ്ങളൊക്കെ ചെറുപ്പത്തിലെ കണ്ടുപിടിച്ച് സ്പാനിഷ് യൂത്ത് ടീമിലേക്ക് എത്തിക്കുന്നതായിരുന്നു ഗിനസ് ചെയ്തുകൊണ്ടിരുന്നത്. ലയണൽ മെസ്സി ബാഴ്സലോണയുടെ അണ്ടർ 14 ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അന്ന് ആ ടീമിന്റെ കോച്ചായിരുന്ന അലക്സ് ഗാഷ്യസ് മെസ്സിയുടെ വിസ്മയിപ്പിക്കുന്ന പെർഫോമൻസ് കണ്ടിട്ട് ഈ അലക്സ് ഗിനസിനോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ പയ്യനെ വളഞ്ഞ വഴിക്കാണെങ്കിലും ഈ പയ്യനെ സ്പെയിനിന്റെ യൂത്ത് ടീമിൽ എത്തിക്കണം. ഗിനസ് മെസ്സിയുടെ കളി കാണുന്നു, കാര്യം പിടികിട്ടുന്നു. പുള്ളി ആദ്യം ചെയ്ത കാര്യം അന്ന് മെസ്സിക്കൊപ്പം അതേ ബാഴ്സലോണൻ അണ്ടർ 14 ടീമിൽ കളിക്കുന്ന പിന്നീട് സ്പെയിൻ ടീമിലെത്തി സൂപ്പർ താരങ്ങളായ ജെറാൾഡ് പീക്കെ, ഫാബ്രിഗാസ്, ഈ രണ്ട് പയ്യന്മാരോടും പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള മെസ്സിയോട് പറയണം സ്പെയിൻ ടീമിൽ കളിക്കണം എന്ന്. പിന്നീട് പീക്കെയും ഫാബ്രിഗാസും ഒരുമിച്ച് കളിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞു മെസ്സിയോട് പറയും, നീ നമ്മളെ പോലെ സ്പെയിൻ യൂത്ത് ടീമിൽ കളിക്കണം. പക്ഷെ കുഞ്ഞു മെസ്സി പറയും, ഇല്ല, ഞാൻ എൻ്റെ മാതൃരാജ്യമായ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന്. പക്ഷേ സ്പെയിനിലുള്ള കുഞ്ഞു മെസ്സിക്കും കുടുംബത്തിനും എങ്ങനെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുമെന്നോ അർജന്റീനയുടെ ദേശീയ ടീമിൽ കളിക്കുന്നത് എങ്ങനെയാണെന്നോ ഒരു ഐഡിയ ഇല്ലായിരുന്നു. അത് തന്നെയായിരുന്നു ഗിനസിന്റെ പിടിവള്ളി. പിന്നീട് ഒരിക്കൽ ആൽബസിറ്റിയിൽ നടന്ന ഒരു ടൂർണമെന്റിനിടെ ഗിനസ് തന്നെ മെസ്സിയോട് നേരിട്ട് കാര്യം പറഞ്ഞു, നീ സ്പെയിൻ യൂത്ത് ടീമിൽ കളിക്കണം. അതോടെ കുഞ്ഞു മെസ്സി കൺഫ്യൂഷനായി. കാരണം ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂത്ത് കോർഡിനേറ്ററാണ് ഒരു വലിയ ചാൻസ് വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷേ ഇതിനിടയിൽ ഗിനസ് ഒരു അബദ്ധം കാണിച്ചു. അർജന്റീനയിലെ ഫേമസ് മാധ്യമമായിട്ടുള്ള എൽ ഗ്രാഫിക്കോ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ഞങ്ങളുടെ രാജ്യത്ത് അത്ഭുതങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ രാജ്യക്കാരനായിട്ടുള്ള ഒരു പയ്യനുണ്ടെന്ന് അറിയാതെ പറഞ്ഞു. ഈ ഇന്റർവ്യൂ ശ്രദ്ധിച്ച അർജന്റീനയുടെ അണ്ടർ 17 കോച്ചായിരുന്ന ഹ്യൂഗോ ടോക്കാലി പിന്നീട് ഫിൻലൻഡിൽ വെച്ചിട്ട് അണ്ടർ 17 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ വെച്ച് ഗിനസിനെ കണ്ടപ്പോൾ ടോക്കാലി ചോദിച്ചു, അന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു അർജന്റീനക്കാരൻ നിങ്ങളുടെ നാട്ടിലുണ്ടോ, ബാഴ്സലോണയിലുണ്ടോ എന്ന്. അപ്പോഴും ജാഡയിൽ ഗിനസ് പറഞ്ഞു, അങ്ങനെ ഒരു പയ്യൻ അവിടെ ഉണ്ട്, നിങ്ങൾ ടീമിൽ എടുക്കാത്തതുകൊണ്ട് ഈ വരുന്ന ലോകകപ്പ് അവനെ വെച്ച് സ്പെയിൻ നേടും എന്ന്. ഈ ഒരൊറ്റ ഡയലോഗ് ശരിക്കും അർജന്റീനൻ മാനേജ്മെന്റിന്റെ ഇടയിൽ വലിയ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കി. തൊട്ടുപുറകെ 2003 നവംബറിൽ മെസ്സിയെ ടീമിലെടുത്തതായി കാണിച്ച് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ഒരു അനൗൺസ്മെന്റ് ഇറക്കുന്നു. അതിന്റെ തൊട്ടുപുറകെ 2004 ജൂണിൽ പരാഗ്വയ്ക്കെതിരെ മെസ്സിക്ക് ആദ്യ മത്സരം കളിക്കാൻ വേണ്ടി മാത്രം ഒരു ഫ്രണ്ട്ലി മാച്ച് അവർ അറേഞ്ച് ചെയ്തു. ആ മാച്ചിന് ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, മെസ്സിയെ അർജന്റീനൻ ജേഴ്സിയിൽ എത്തിക്കുക, ഒരിക്കലും പിന്നീട് സ്പെയിനിന് വേണ്ടി കളിക്കാതാക്കുക. അണ്ടർ 20 ടീമിൽ 18 മത്സരങ്ങളിൽ നിന്ന് 14 ഗോൾ അടിച്ച കുഞ്ഞു മെസ്സി പിന്നീട് അർജന്റീനയുടെ ഒരു ചരിത്രം തന്നെയായി മാറി. ഈ അടുത്ത് ഒരു അഭിമുഖത്തിലും ഗിനസ് വെളിപ്പെടുത്തുകയുണ്ടായി, അന്ന് ഞാൻ ഇങ്ങനെ ഒരു പയ്യനെ പറ്റിയിട്ട് എൻ്റെ വിടുവാ കൊണ്ട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അർജന്റീനയിൽ ഒരു കുഞ്ഞു പോലും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കുഞ്ഞു മെസ്സി അവിടെ ഉള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ബാക്കി നിങ്ങൾ ഊഹിച്ചു.